ഭരണസമ്മേളനത്തിന്റെ തീരുമാനമായ പരിശുദ്ധ കർത്താവെ, അനുഗ്രഹിച്ചുള്ള ഈ മനോഹരമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഈ പരിശുദ്ധ ആചാരങ്ങളെ മധ്യാഹ്ന സമയത്ത് അങ്ങയുടെ പാതപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നുകൊണ്ടുവന്ന് ഇടയാക്കി പ്രവർത്തിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. കുടുംബമാരുടെ ഈ മനോഹരമായ നിമിഷത്തിൽ കർത്താവെ, വചനവുമായി കാണപ്പെടുന്ന അനുഗ്രഹിച്ചതാണ് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ആരാധനയുടെ ആദ്യം നിമിഷത്തിൽ അവരുടെ കരുണയായി നിറച്ച് ഓരോ ഭാവം നേടിയെടുത്തവരാണ് അനുഗ്രഹിച്ചവരുടെ സ്തുതിക്കുന്നു കർത്താവെ. അടിയാളോടൊപ്പം കൂടിയിരിക്കണേ കർത്താവെ. ഭൂതത്തിന്റെ എല്ലാവരും ക്ഷമിക്കണേ പ്രാർത്ഥിക്കുന്നു. താഴ്മയുടെ കേൾക്കണം നല്ല പിതാവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബവാരത്തിന്റെ ഒരു വർഷം കൂടെ ദൈവം നമ്മളെ അതിശയമായി കാക്കാൻ ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. ആദ്യമായിട്ട് നന്ദി അർപ്പിക്കാനുള്ളത് സ്നേഹവും ബഹുമാനമുള്ള അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛന് ഇന്നുവരെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മാർഗനിർദ്ദേശം തന്ന് ഞങ്ങളുടെ വീഴ്ചയിലും കാഴ്ചയിലും ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനകളും ഞങ്ങളെ മുന്നോട്ട് നടത്താൻ വേണ്ടുന്ന എല്ലാ ആശയങ്ങളും തന്ന് ഞങ്ങളുടെ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ ആദ്യമായിട്ട് നന്ദി. വീണ്ടും അടുത്തതായിട്ട് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ വളരെയധികം സെക്രട്ടറി മറ്റുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഞങ്ങൾ എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവിധമാവുന്ന സഹായങ്ങൾ അവർ തരികയും ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഒരു വീഴ്ചയും വരാതെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകമായ സ്ത്രീജന സഖ്യത്തിന്റെയും പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. അടുത്ത കപ്പ്യാർക്കാണ്. കപ്പ്യാര് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാവിധമാവുന്ന സഹായങ്ങളും തന്നു. ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടതാകുന്ന എല്ലാവിധമാകുന്ന ഫിസിക്കലായിട്ടുള്ള എല്ലാ സഹായങ്ങളും തന്നു ഞങ്ങൾ എപ്പോഴും സഹായിക്കുന്നു. പ്രത്യേകിച്ച് സോഹകളിന് ഞങ്ങൾ പ്രത്യേക നന്ദി പറയുന്നു. ഞങ്ങളുടെ ചെറിയ കുട്ടിയാണെങ്കിലും അവൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും കൂടെയായിരുന്നു. ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ അംഗങ്ങളും പ്രസിഡന്റും ഞങ്ങളുടെ അക്കൗണ്ടന്റ് ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ വ്യക്തികൾക്കും സെക്രട്ടറി എന്റെയും പ്രസിഡന്റെയും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഭാംഗങ്ങൾ എല്ലാവരെയും ഇനി അടുത്ത വർഷത്തെ കുടുംബവാരത്തിന് കൂടുതൽ അംഗങ്ങൾ കടന്നു വരികയും ഞങ്ങളുടെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ ഉപയോഗിക്കുന്നു. ഞാൻ വചനത്തിലേക്ക് കിടക്കാം. വചനത്തിനായി ഇന്ന് തന്നിരിക്കുന്ന വിഷയം ഈ വർഷത്തെ കുടുംബവാരത്തിന്റെ വിഷയം സംവേദനക്ഷമതയുടെ കാലത്ത് ക്രിസ്തുവിൽ വേരൂന്നിയ കുടുംബങ്ങൾ പടുത്തുയർത്തുക. സംവേദനക്ഷമതയുടെ കാലത്ത് ക്രിസ്തുവിൽ വേരൂന്നിയ കുടുംബങ്ങൾ പടുത്തുയർത്തുക. കൊലോസ്യർ 2:7. Building Christ rooted families in an era of emotional sensitivity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം വികാരനിഷ്ഠവും അസ്ഥിരവുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കുടുംബത്തിൽ നമുക്ക് എങ്ങനെ മക്കളോട് സംസാരിക്കണം, എങ്ങനെ മക്കളോട് പെരുമാറണം, മക്കളോട് എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് ഇപ്പോൾ കുടുംബങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പണ്ട് നമ്മളെ ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ നമ്മൾ പേരൻസ് എന്താണോ വീട്ടിൽ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിലായിരുന്നാലും ശരി, നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, അപ്പച്ചൻ എന്താണോ അപ്പച്ചനോടാണ് ചോദിക്കുന്നത് എന്ത് ഫുഡ് വേണം, അപ്പച്ചനുണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും കഴിക്കും. ഇന്ന് നേരെ തിരിച്ചു മക്കളോടാണ് ചോദിക്കുന്നത് ഇന്നത്തെ ഫുഡ് എന്ത് വേണം, ഇന്ന് ലഞ്ച് എന്ത് വേണം, ഡിന്നർ എന്ത് വേണം. മക്കൾ പറയുന്ന പോലെ അപ്പനും അമ്മയും കേൾക്കണം. അതാണ് ആ ഒരു മാറ്റം. എന്ത് കാര്യത്തിന് എവിടെ പോകുന്നതിന് എന്ത് ചെയ്താൽ ആദ്യം മക്കളോടാണ് ചോദിക്കുന്നത്. പണ്ട് പേരൻസിനായിരുന്നു സ്ഥാനം, ഇപ്പൊ മക്കൾക്കാണ് സ്ഥാനം. ഇന്നതൊരു സ്ഥിരമായി കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കുട്ടികളെ വളരെ ദേഷ്യപ്പെടാൻ പാടില്ല. അവർ ചെറിയ കാര്യങ്ങൾ എല്ലാ കുട്ടികളും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചെറിയ കാര്യം തന്നെ ഇപ്പൊ സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഉടനെ അവര് ഏറ്റവും കഠിനമായുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ ന്യൂസിലും എല്ലാത്തിലും കാണുന്നത് ഒരു ചെറിയ കാര്യത്തിനാണ് കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ കുടുംബങ്ങളും ദൈവത്തിൽ അധിഷ്ഠിതമായ കുടുംബങ്ങളായി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹം, ക്ഷമ, പരസ്പര ബഹുമാനം എന്നിവ പ്രകടിപ്പിക്കുന്നതായിരിക്കണം. എന്നാൽ ഓരോ കുടുംബവും ഭൂമിയിലെ സ്വർഗമായിരിക്കും. അവിടെ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും, നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ക്ഷമിക്കുവാനും, അവരോട് സഹകരിക്കുവാനും, അവരെ കേൾക്കുവാനും, അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ ആണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ കുടുംബങ്ങളും സ്വർഗമായി തീരും. ഞങ്ങളെയൊക്കെ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾ ഓർമ്മയുണ്ട്. ഞങ്ങൾ വീക്കെൻഡിൽ ലോങ് ജേണി പോകും. നീണ്ട യാത്ര സൗദി അറേബ്യയിൽ 120-140 വയസ്സിനൊക്കെ കാരണത്തിന് അറിയില്ല.
ആ പോകുന്ന യാത്രയിൽ ഞങ്ങൾ വലിയ പാട്ടുകൾ പാടിക്കൊണ്ട് പോകും. കുട്ടികൾക്ക് വേണ്ടുന്ന ഉപദേശം അപ്പോഴും കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ തർക്കിക്കും, അങ്ങനെയല്ല ഇങ്ങനെ. കുറേ ദൂരെ ഇങ്ങനെ യാത്ര ചെയ്ത് കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് മക്കളോട് പറയുന്നത്. പിന്നെ അവർ കുറെ കഴിയുമ്പോൾ അവരതിനെ കുറിച്ച് ചിന്തിക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളില്ലാത്ത സമയത്ത് ഗസ്റ്റ് വന്നാൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ അവർ ആൺമക്കളാണ്, അവർ വരില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഉപദേശം കൊണ്ടാണ്. പല കുട്ടികളും നമ്മുടെ പള്ളിയിൽ ഒരുപോലെ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും അങ്ങനെ മാതാപിതാക്കളുടെ ഉപദേശം കേട്ട് വേണ്ട കുട്ടികളൊന്നും നശിച്ചു പോയിട്ടില്ല, ഒരിക്കലും പോവുകയില്ല. അപ്പൊ നമ്മുടെ ഉപദേശം കൊണ്ടാണ് അതിനെ മുന്നോട്ട് പോകാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അതാണ് രണ്ടാമത്തെ കാര്യം. കുടുംബത്തിലെല്ലാവരും ഒരു ടൈം, ഒരു സമയം ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുന്നവരായിരിക്കണം. അപ്പോഴാണ് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കൂടിയിരുന്ന് സംസാരിക്കണം. ഒരുമിച്ച് എപ്പോഴും സഹാനുഭൂതി കാണിക്കുന്ന കുടുംബങ്ങളായിരിക്കണം നമ്മുടെ ഓരോ കുടുംബങ്ങളും. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാൻ നമ്മൾ കാണിച്ചാൽ കുട്ടികൾ അത് കണ്ട് വളരുകയുള്ളൂ. ഓരോ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിരിക്കണം. ക്രിസ്തു അടിസ്ഥാനമുള്ള കുടുംബം പ്രാർത്ഥനയുടെ ആൾക്കാരെയായി മാറുന്നു. നമ്മളെപ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പോകുന്ന വഴിയിലായിട്ടാണ് കണ്ടിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ കാര്യമില്ല. സൗദി അറേബ്യയിലാണെങ്കിൽ കൊടും ചൂടിൽ 50 ഡിഗ്രി ചൂടിൽ ആ പ്രാർത്ഥന കൈവരുമ്പോൾ ഏത് വലിയ ആളായാലും പള്ളിയിൽ റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് അവരുടെ കയ്യിൽ ഷീറ്റുണ്ട്, അത് വെച്ച് അവർ റോഡിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും വിശ്വാസമാണ്. അതേപോലെ നമ്മുടെ കുടുംബങ്ങളും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കണം. വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ആശയം കൂടിയേ ചെയ്യുള്ളൂ. എപ്പോഴും വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും കുടുംബങ്ങളുടെ ഒത്തൊരുമയോട് മുന്നോട്ട് പോകണം. മനോഹരമായ ഭൂമിയിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആനന്ദിക്കുക. റിജോയ്സ് ചെയ്യുക. ഫാമിലി എന്നാണ് ഏറ്റവും മഹാനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഫാമിലിയോടൊപ്പം എപ്പോഴും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കുടുംബം ഈ ഭൂമിയിൽ അനുഗ്രഹമായിട്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന സ്ത്രീകൾ. ഒരു വീട്ടിൽ ആദ്യമായിട്ട് ചെന്ന് കയറുമ്പോൾ ആ കുടുംബിനെ, ആ വീട്ടിൽ നല്ലൊരു കുടുംബിനെയാണെന്ന് കാണണമെങ്കിൽ ആ വീട് കണ്ടാൽ ചെന്ന് കയറുമ്പോൾ വിസിറ്റിംഗ് ഹാളിൽ കയറുമ്പോഴേ അറിയാം ഇവര് ഈ വീട്ടിൽ നല്ലൊരു കുടുംബിനെ. അടുത്തും ചിട്ടായി പ്രത്യേക പിടിപ്പും എല്ലാം ഉള്ള ഒരു സ്ത്രീ ആണ് ആ വീട്ടിലുണ്ടെങ്കിൽ അവർ നല്ല കുടുംബിനെയാണെന്ന് ആ വീട്ടിൽ ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഓരോ വീടുകളും ഏറ്റവും ആണുങ്ങളും ഭർത്താക്കന്മാരുണ്ടെങ്കിലും അമ്മമാർക്കാണ് ഏറ്റവും പ്രധാന സ്ഥാനം. ചിട്ടയോടെ ഡിസിപ്ലിനോടും കൂടെ കുടുംബത്തെ നയിക്കാനുള്ള പ്രധാന ഒരു കാര്യം അമ്മമാർ അതിനുവേണ്ടി മുന്നോട്ട് പോയാലേ ആ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. അതാണ് സ്ത്രീകൾ കുടുംബത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയം നിലച്ചു പോയാൽ എല്ലാം പോകുന്നില്ല. അതുപോലെ നമ്മൾ ആക്റ്റീവായിട്ട് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കുടുംബത്തെയും മുന്നോട്ട് തരണം. നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമുക്ക് വിവിധ റോളുകൾ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോ സ്ത്രീകൾ. അമ്മ, ഭാര്യ, സഹോദരി, പിന്നെ മരുമകൾ, അങ്ങനെ വിവിധ റോളുകൾ നമ്മൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ആ റോളുകളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്യണം. നന്നായി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിൽ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യണം. അതിന് സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടായി അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ സ്നേഹത്തിന്റെ അർത്ഥം? സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും, അത് പ്രകടിപ്പിക്കില്ല. എനിക്ക് നല്ല സ്നേഹമാണ് എൻ്റെ വീട്ടുകാരോട്, നാട്ടുകാരോട്, പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ വർഷങ്ങൾ മുമ്പുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുൻപാണിത്. ഞങ്ങളുടെ കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ 10 ദിവസം ഒരു യാത്ര, ഒരു ടൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസം ഹാൻസ് പ്ലാസ എന്ന ഒരു സ്റ്റാർ ഹോട്ടലിലാണ്. കുട്ടികളൊക്കെ ചെറുത്. രാവിലെ 6:30 മണിക്ക് പിന്നീട് ടൂറിസ്റ്റുകളെ കൂടുതൽ യൂറോപ്യൻസ് അവിടെ ഉണ്ട്. ഒരു കറക്റ്റ് 6:30 പോകും. ഞങ്ങൾ ആദ്യ ദിവസം പോയപ്പോൾ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റില്ല. പിള്ളേരെയൊക്കെ എപ്പോഴാണ് കൊണ്ടുപോകുന്നേക്ക്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വണ്ടി തന്നാൽ മതി. ഞങ്ങൾ അപ്പോൾ അവരുടെ റൂളുണ്ട്. പകൽ മുഴുവൻ ഡ്രൈവർ കൂടെ ഉണ്ടായിരിക്കും, വണ്ടി കൂടെ ഉണ്ടായിരിക്കും. വണ്ടിയുടെ പ്രത്യേക ചെലവ്, ഡ്രൈവർക്ക് പ്രത്യേക ഫുഡ്, കൂലിയെല്ലാം കൊടുക്കണം. അപ്പോൾ പകൽ മുഴുവൻ കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശുകാരനാണ്. ഒരു വാചാലമായി സംസാരിക്കുന്നുണ്ട്. ഹിന്ദിയാണ് പറയുന്നത് കൂടുതൽ. അവിടെ പേര് പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ പിറ്റേ ദിവസം പുള്ളി ചോദിക്കുന്നത്, സാർ നാളെ യാത്ര ഉണ്ടാകും. ഞാൻ പറയും 10 ദിവസം ഞങ്ങൾ ഇവിടെ യാത്രയിലാണ്. പുള്ളിക്ക് വേറെ ഓട്ടം കിട്ടിയാലും പുള്ളി പോകത്തില്ല. ഉത്തർപ്രദേശാണ്. പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല.
പിന്നെയും പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇങ്ങനെ 10 ദിവസവും പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുള്ളി അടിവരെ കൊണ്ടു. അടികൊണ്ടെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്ന അമ്പാടിയിൽ പോയി അമ്പാടിയെല്ലാം കണ്ടു. അവിടെ ഒന്നാമത്തെ സായിമാരും മാതാമാരൊക്കെ വെള്ള സാരി വെച്ച് പൂവെല്ലാം ചൊടിയിരിക്കുകയാണ്, വിഷമിക്കുന്നു. ഉറപ്പിലൊക്കെ അടിച്ചപ്പോൾ ചിന്തിക്കുന്ന രമണിയുടെ പൂ കെട്ടിക്കൊണ്ടിരിക്കും. അതെല്ലാം കണ്ടാൽ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മധുരയിൽ പോകണം. മധുര മദ്രാസിലെ ഒരു മധുരയുണ്ട്, അതല്ല ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം മധുര. അത് മധുര എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിനകത്താണ്. അവിടെ പോയേ പറ്റി. ഇന്ന് ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം നിങ്ങൾ പോകണം. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ താജ്മഹലിൽ പോവുകയാണ്. അത് താജ്മഹലെന്ന് പറഞ്ഞാൽ മധുരയിൽ പോയിട്ട് താജ്മഹലിൽ പോയത് കൂട്ടം പയ്യന്മാർ കാരണം ചുറ്റും കയറിയിട്ട് ഈ ഡ്രൈവർക്ക് അടി കൊടുത്തു. നിങ്ങൾക്ക് ഇത്രയും വർഷം അവിടെ ജീവിച്ചിട്ട് ഈ മധുരയെ കുറിച്ച് അറിയില്ല, ഇന്ന് അവരെ കൊണ്ടുപോകാത്തുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ കാട്ടില്ല, ഞങ്ങൾ അവിടെ പോയി എങ്ങനെ തിരിച്ചു വരും? ഭയങ്കര. അപ്പോൾ അയാൾ അടിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ ടൂറിസ്റ്റാണ്, ഞങ്ങളോട് വളരെ ഇതായിട്ട് പെരുമാറണം, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ താജ്മഹൽ അടി വരുമ്പോൾ തിരിച്ചു വരും. ഇവിടെ കയറുമെന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷപ്പെട്ടു പോയി. വേറെ വഴിയായിട്ട് ഞങ്ങളെ ഓട്ടം ചെയ്തു. ഞാൻ പറയുന്നത് പുള്ളിയുടെ സ്നേഹത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡ്രൈവർ 10 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 10 എയർപോർട്ടിലെ 7:30 ഫ്ലൈറ്റ് രാവിലെ എണീറ്റ് വന്ന വഴിക്ക് പുള്ളി ഒന്നും മിണ്ടുന്നില്ല, ഉണ്ടാതിരിക്കുകയാണ്. ഞങ്ങൾ പുള്ളി ഉറക്കത്തിന്റെ ആലസ്യത്തിലായിരിക്കുന്നതാണ്. എയർപോർട്ടിൽ നിന്ന് ബാഗേജ് എടുത്ത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു കരച്ച് പുള്ളിയുടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഭയങ്കരമായിട്ട് പുള്ളി കരഞ്ഞു. ഞങ്ങളെ മിസ് ചെയ്യുന്നതിന്റെ ഒരു വിഷമം പുള്ളി അന്ന്. അപ്പോൾ ഞാൻ പുള്ളി മനസ്സിലാക്കി പുള്ളിയുടെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെക്കേഷൻ തിരിച്ചു പോകാറാകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മൾ സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം ഉള്ളിലുള്ള സ്നേഹം മനസ്സിലാക്കി അവരുടെ സ്നേഹത്തോട് പെരുമാറിയാൽ ഈ ലോകത്തുള്ള മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് കാര്യങ്ങൾ പ്രകടിപ്പിക്കണം. പിന്നെ നമ്മുടെ വാക്കുകൾ മധുരമുള്ളതും ഉപ്പിനാൽ രുചിയേറിയതുമായിരിക്കും. നമ്മുടെ വായിലെ വാക്കുകളാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ എനിക്ക് ഒരു വാക്ക് പറയുക പറഞ്ഞു പിന്നെ സോറി പറഞ്ഞാൽ എല്ലാം ശരിയാവും. അത് ശരിയാകത്തില്ല. ഒരാൾ ഒരു അടി അടിച്ചാൽ ശരിയാവും, പിന്നെ അത് മറക്കണം. പക്ഷെ വാക്ക് പറഞ്ഞാൽ മറക്കണം. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ആരെയാണ് പറയുന്നത്, എങ്ങനെയുള്ള വ്യക്തിയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ അദ്ദേഹത്തിലുള്ള സ്ഥാനം, മാനം, ഇതെല്ലാം ഓർമ്മിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോഴെനിക്ക് ആ സ്റ്റേജിൽ ആ സമയത്ത് ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വായിച്ചോന്ന് എന്തും പറഞ്ഞിട്ട് പിന്നീട് ഒന്ന് സോറി പറയേണ്ട കാര്യമില്ല. പറയുമ്പോൾ നല്ല വാക്കുകൾ നല്ലോണം പറയണം. അപ്പോ ഇതിൽ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് മിക്കവാറും ആൾക്കാർ അങ്ങനെയാണ് പറയാൻ അങ്ങ് പറയും. പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് സോറി പറയും. അത് പറയാൻ പാടില്ല. നമ്മൾ ആലോചിച്ചിട്ട് പറയണം എന്താ പറയേണ്ടത്. നമ്മുടെ കുടുംബത്തിലും അതെ, സമൂഹത്തിലും അതെ, മറ്റുള്ളവരുടെ കാര്യത്തിലും അതെ, സംസാരിക്കുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അവർക്ക് ഈ പറയുന്ന ആൾക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും, സമൂഹത്തിലും കുടുംബത്തിലും അവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും. നമുക്കാണ് അങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെ അത് തരണം ചെയ്യുന്നത് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാം. പക്ഷെ കഠിനമായ വാക്കുകൾ പറയുന്ന നിങ്ങളെ സ്ത്രീയായി ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് എപ്പോഴും വാക്കുകൾ വളരെ കഠിനമായിരിക്കും. വേറൊരു കാര്യത്തിൽ പോകുന്നത് രാജാവിന്റെ ഒരു കഥയാണ് എനിക്ക് ഓർക്കുന്നത്. മഹാരാജാവ് ഒരു വിജ്ഞാപനം ഇറങ്ങി. എന്റെ സന്നിധിയിൽ എല്ലാ വ്യക്തികളോടും ഞാൻ പറയുന്നത് ഒരു ഏറ്റവും മധുരമുള്ളതും ഏറ്റവും ചീത്തയുമായ ഒരു കാര്യം എന്റെ സന്നിധിയിൽ നിങ്ങൾ കൊണ്ടുവരണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ സന്നിധിയിൽ നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കവർ രാജാവിന് ഒരു വ്യക്തി കൊണ്ടുപോയി. രാജാവ് വളരെ സന്തോഷമായി. അത് തുറന്നു നോക്കിയപ്പോൾ ഒരു നാവായിരുന്നു, ഒരാളുടെ നാക്ക്. രാജാവ് ഭയങ്കര ദേഷ്യപ്പെട്ടു. ഞാൻ ഇത്രയും ആക്ഷേപിക്കുന്നത് പോലെയാണല്ലോ ഇത് കൊണ്ടുവന്നതെന്ന്. അപ്പൊ ഇയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. രാജാവിനെ ആക്ഷേപിക്കുകയും രാജാവിനോട് അവജ്ഞാതി പെരുമാറി രാജാവിനെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. രാജാവ് വിചാരിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കുന്നതിനാണ് ആ രാജാവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു വാക്ക് പറയണം രാജാവ്. ഈ ലോകത്തിലെ ഏറ്റവും മധുരവും ഏറ്റവും മോശമായ ഒരു സാധനമേ ഉള്ളത് നമ്മുടെ നാവാണ്. നാവ് ഏറ്റവും മധുരമുള്ള വാക്കുകൾ പറയാൻ പറ്റും, ഏറ്റവും മോശമായ വാക്കുകൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരാളുടെ നാവിനെ ഞാൻ കൊണ്ടുവന്നത്.
രാജാവിന് കാര്യം മനസ്സിലായി. അയാൾ വളരെയധികം സമ്മാനങ്ങൾ കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിൽ വരുന്ന വാക്കുകൾ മധുരമുള്ളതും ആകാം, ഒരാളെ കൊല്ലുന്നതും ഒരാളെ സന്തോഷിപ്പിക്കുന്നതാകാം. കൊല്ലുന്നതാകരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിൽ സംസാരിക്കുന്നത് വളരെ മോശമാണ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളോ അങ്ങനെ പറഞ്ഞ് നല്ലതായിപ്പോകും, പക്ഷെ അത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ കുടുംബകാര്യത്തിൽ സ്ത്രീകളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശം കൊടുക്കുകയും കുടുംബത്തിൽ നല്ല വൃത്തിയോടും വെടിപ്പോടും സമൂഹത്തിൽ സ്നേഹവും കലഹവും ഇല്ലാതെ നല്ല വാക്കുകൾ പറഞ്ഞ് പുതുവർഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ താഴ്മയോട് നിങ്ങളോട് യാചിക്കുന്നു. കുടുംബത്തിലെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അവരവർ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോയാൽ ഒരു കുഞ്ഞും തെറ്റിപ്പോകത്തില്ല. തെറ്റാൻ ചാൻസ് ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശത്തിലൂടെ നേരെയാക്കാൻ പറ്റും. നമ്മുടെ വായിലെ വാക്കുകളാണ് നമ്മൾ ഉപദേശിക്കുന്നത്. സംഭവം പറയുമായിരിക്കും അവൻ തെറ്റിപ്പോയി, അവനെ ശരിയാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വാക്കിലൂടെ അവരെ ശരിയാക്കാൻ പറ്റും. നമ്മുടെ അനുഭവങ്ങളാണ്, അതുകൊണ്ട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ കുടുംബകാലത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബത്തോട് സംസാരിക്കുകയും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുകയും കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് പുതിയ വർഷം എല്ലാ ഐശ്വര്യത്തോടും മുന്നോട്ട് പോവുകയും അടുത്ത വർഷത്തിലും ഇതിലുപരി നന്നായിട്ട് നമ്മുടെ കുടുംബകാരെ ആഘോഷിക്കാൻ ദൈവം ഇടവരട്ടെ. അതിന് വലിയവനായ ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ എളിയ മെസ്സേജിൽ നിന്ന് പിന്മാറുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.